ജാഫർക്ക ഒരു പ്രധാന വേഷത്തിലെത്തിയ പൊയ്യാമൊഴി എന്ന് പറഞ്ഞ ചിത്രം കാൻ ഫിലിം ഫെസ്റ്റിവലിൽ ഫിലിം മാർക്കറ്റിൽ സ്ക്രീനിങ് ചെയ്യുന്നുണ്ട്, ഇന്നലെ റിലീസ് ചെയ്തു. അപ്പോൾ മലയാളത്തിൽ നിന്ന് അങ്ങനെ ഒരു സിനിമ മലയാളത്തിന്റെ റെപ്രസെന്റേഷനായിട്ട് കാനിലൊക്കെ അവതരിപ്പിക്കുന്ന, അതിൽ പ്രധാന വേഷം ചെയ്യുന്ന അതിന്റെ പോസ്റ്ററുകളൊക്കെ കണ്ടിരുന്നു. ഒരു നമുക്ക് എന്താ പറയാ, ഒരു പ്രോമിസിംഗ് ആയിട്ടുള്ള പടമായിരിക്കും എന്നുള്ള ഒരു തോന്നൽ വരുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ളൊരു പടം ചെയ്തിട്ട് അല്ലെങ്കിൽ ഇപ്പോൾ ചുരുളി ചെയ്യുന്ന അങ്ങനെ ഒരുവിധം നല്ല സിനിമകളിൽ മികച്ച ക്യാരക്ടറുകൾ വരുന്ന ഒരു സമയത്ത് തന്നെ വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി ആ ഒരു സിനിമയിലേക്ക് വരുമ്പോൾ ഇപ്പോൾ റാഫിക്ക നാദിർഷിക്ക എന്നുള്ള പേരല്ലാതെ സിനിമ തന്നിട്ടുള്ള ഒരു ഹൈ എന്തായിരുന്നു, സിനിമയിലേക്ക് എത്താനുള്ള ഒരു ഇതെന്തായിരുന്നു? അത് ഞാൻ വീട്ടിലിരിക്കുമ്പം എനിക്ക് റാഫി സാറും ആഷാഖാനും കൂടി വലിയൊരു മീറ്റിംഗ് വിളിച്ച് എൻ്റെ വീട്ടിലേക്ക് രണ്ടുപേരും വന്നിട്ട് എന്നോട് ചോദിച്ചു, ഇതിനകത്തൊന്ന് സഹകരിക്കാവോ ജാഫർ? ഞങ്ങൾ പ്രതീക്ഷയോടുകൂടിയാണ് റാഫി സാർ എന്നോട് പറയുന്നു. ആഷാഖാനോട് കണ്ണടച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു കയറ്റും. അങ്ങനെ ഞാൻ ശരിക്കും കഥ കേട്ടതിന് ശേഷം ഞാൻ അർജുനെ വിളിച്ചു. അർജുൻ പറഞ്ഞു, ചേട്ടാ എങ്ങനെയും ഏറ്റെടുക്കുക, ഞങ്ങൾ എങ്ങനെയും അരി മേടിച്ചു പോട്ടെ. ഒരു ഫോൺ വിളിച്ചു ഞാൻ ഇവിടെ കൊണ്ടുക്കാം, ഞാൻ നാളെ വന്നിട്ട് ഒരു സാധനം ഉണ്ട് എൻ്റെ പടത്തിലൊക്കെ ചെയ്തേച്ചോ കൊള്ളുന്നു പറഞ്ഞിട്ട് ഞാൻ വന്ന് ചെയ്തേച്ചു പോയ സംഭവം. എനിക്ക് തൃപ്തരാണ്, നല്ലൊരു വേഷം എനിക്ക് തന്നിരിക്കുന്നത്. പിന്നെ ഒരു കുടുംബത്തിൽ ചെന്ന് കയറുന്ന പോലുള്ളൊരു ഫീലിങ്സൊക്കെയാണ് നാശാക്കാരുടെ പടത്തിലേക്ക് ചെന്ന് കഴിയുമ്പോഴത്തേക്കും. നമ്മളൊരു സിനിമാ നടനാണെന്നോ അല്ലെങ്കിൽ ഒരു സിനിമാ നടൻ ചെന്ന് കഴിയുന്ന ഒരു ഡയറക്ടർ ബന്ധമാവുന്നല്ല, അതന്നെയല്ലെന്നേ ഈ ഇരിക്കുന്ന ലെവൽ തന്നെ നോക്കിയേ. നിങ്ങൾ തന്നെ ചിന്തിക്കും, ഇതിനകത്ത് ആർക്കെങ്കിലും ഞാനൊഴിച്ച് ബാക്കി ആർക്കെങ്കിലും ജാടയുണ്ടോ? ഇല്ലല്ല. അപ്പോൾ അത്രയേ ഉള്ളൂ. ഞങ്ങളൊരു കുടുംബം പോലെ തമാശയും പറഞ്ഞ് അങ്ങനെ പറയും. പിന്നെ ഇക്ക പറഞ്ഞാൽ 80 ദിവസം ഷൂട്ട് കൂടിപ്പോയി. അപ്പോൾ സാറ് ചോദിച്ചു, എന്തോ എന്നെ ചെറിയ പടമാണോ വലുതല്ലേ എന്നൊക്കെ ചോദിച്ചില്ലേ. പിന്നെ മഴ ഒരു ഘടകമായിരുന്നു. മഴ ഞങ്ങളെ കുറേ ശല്യം ചെയ്തു. ഷൂട്ടൊക്കെ രാത്രിയായിരുന്നു. അങ്ങനെ കുറേ ദിവസങ്ങളൊക്കെ പോയി. അല്ലാതെ ഇപ്പോൾ സാറ് ഓർക്കും കണ്ടോ, അവർ പച്ചയ്ക്ക് വർത്താനം പറഞ്ഞു 20 ദിവസം കൊണ്ട് തീർക്കാമെന്ന് പറഞ്ഞ് 80 ദിവസം കൊണ്ട് അവൻ തീർത്താന്നും പറഞ്ഞ് അവിടെ കിടന്ന് മുന്തുന്നുള്ളതുകൊണ്ടാണ് ഞാൻ സംഭവിക്കില്ല. ആലോചിച്ചില്ല. അങ്ങനെയായിരുന്നു മൊത്തത്തിൽ. പിന്നെ സിനിമയാണ്, ഇക്കയുടെ സിനിമയാണ്. ഇക്ക എൻ്റെ റൂട്ട് അനുസരിച്ച് ഇന്ന് രാത്രി എടുത്ത നാളെ പ്ലാൻ ചെയ്യണം, പെട്ടെന്ന് മാറ്റുന്ന ആളൊക്കെയാണ്. എന്തായാലും ഒരു മനോഹര സിനിമയായിരിക്കും. അർജുനും നായകനും ഒക്കെ കൂടി നായികയൊക്കെ കൂടി അടിച്ച് പൊളിച്ച് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് കാണാം. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നിങ്ങളെപ്പോലെയുള്ളവരുടെ സഹകരണമാണ്. പിന്നെ ഈ എല്ലാവരും പറയുന്നില്ലേ, ഈ ഒരു സിനിമ ഇറങ്ങി കഴിയുമ്പോൾ ഒരു പ്രിൻ്റ് എടുത്ത് കാണുന്നു. സിനിമ എപ്പോഴും തിയേറ്ററിൽ തന്നെ കാണുക, എന്നാലേ അതിന് വിലയിരുത്താൻ പറ്റുള്ളൂ. അതിനകത്ത് എന്തൊക്കെ സാധനമുള്ള സൗണ്ട് എഫക്റ്റും ഒക്കെ വെച്ചിട്ട് അങ്ങനെ കണ്ടിട്ട് അതിനെക്കുറിച്ചിട്ട് വിലയിരുത്തൽ പറയണം. നമ്മൾ മൊബൈലിൽ കണ്ടിട്ട് പെട്ടെന്ന് ഒരു വലിയൊരു പ്രസ്ഥാനത്തെ ചുമ്മാ ഒരു ഇതിലേക്ക് ആക്കരുത്. കാരണം വെച്ചാൽ എല്ലാവർക്കും അരി മേടിക്കാനുള്ളതാണ്, ജീവിക്കാനുള്ളതാണ്. മൊത്തത്തിൽ പ്രശ്നമാണ് നമ്മുടെ നാട് മൊത്തം, ലോകം മൊത്തത്തിൽ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ എങ്ങനെയെങ്കിലും ഉള്ള കാലം എന്തെങ്കിലുമൊക്കെ കാണിച്ച് പറയുമ്പോൾ പോകാമല്ലോ. മൊത്തത്തിൽ നിന്ന് പഠിച്ചു നോക്കുക. ഞാൻ സിനിമ കാണാത്ത ആളാണ്, വാർത്ത കേൾക്കുന്നത്, അതുകൊണ്ട് പറയാം. അപ്പം നന്മ വരട്ടെ എല്ലാവർക്കും. എൻ്റെ അനുഗ്രഹമല്ല കേട്ടോ, ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതാണ്. അപ്പോൾ ഇതിനും ഒരു അനുഗ്രഹം തരണം. എല്ലാവരും ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണം. ആ കുഞ്ഞുങ്ങൾക്ക് നല്ല സെറ്റപ്പാക്കി കുറേ പടത്തിലേക്കൊക്കെ വന്ന് അടിപൊളിയാകും. അതിൻ്റെ കൂടെ കാരണവരായിട്ട് നമ്മളും വിളിക്കണം. ഓക്കെ, എന്നാൽ എനിക്കിതാ പറയാനുള്ളൂ.